ഹലോ ഗായ്സ്. എന്നെ കണ്ട് ആരും പേടിക്കണ്ട. മുഖത്തൊരു 4-5 ബൾബ് കത്തി നിപ്പുണ്ട്. ഞാനൊരു മോയ്സ്ചറൈസർ മാറി ഒന്ന് ട്രൈ ചെയ്തു. അതിൻ്റെയാണ് എൻ്റെ ഈ മുഖത്ത് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതോടെ അപ്പൊ നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോവാണ്. ഏത് സിനിമയാണെന്ന് അറിയില്ല. എൻ്റെ 2 ഫ്രണ്ട്സ് തിയേറ്ററിൽ നിപ്പുണ്ട്. അപ്പൊ ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാ. അവർ വിളിച്ചപ്പോ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു ജീൻസും അതേപോലെ ഈ ഒരു ഹുഡിയുമാണ് ഇടാൻ പോകുന്നത്. തിയേറ്ററിൽ നല്ല തണുപ്പാക്കി, ഇവിടെ ചൂടാണ്, പക്ഷെ തിയേറ്ററിന്റെ ഉള്ളിൽ AC ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹുഡിയൊക്കെ ഇടുക, തണുപ്പിൽ നിന്നുള്ള രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഡ്രസ്സ് എല്ലാം മാറി വന്നിട്ട് എനിക്ക് ഇപ്പോഴേ ചൂടെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഫാനെല്ലായിട്ടിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ മുഖത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകി, ഇനി അതിന് ശേഷം മോയ്സ്ചറൈസർ എടുക്കാം. ഞാനിവിടെ നിവ്യന്റെ മോയ്സ്ചറൈസർ ആണ് എടുക്കുന്നത്, നിവ്യ സോഫ്റ്റിന്റെ. ഞാൻ വേറൊരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്തതിന്റെയാണ് ഈ ഇത്രയും ബൾബുകൾ ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. എനിക്കങ്ങനെ ഫോണ് നോക്കിയിട്ട് ഇട്ടിട്ടുള്ള പരിചയമില്ല. മോയ്സ്ചറൈസർ ഇട്ടു. കയ്യിൽ കുറച്ചായി, നമുക്ക് അതങ്ങോട്ട് ഇടാം. പിന്നെ ഒരു സൺസ്ക്രീൻ, പ്ലമ്മിന്റെ സൺസ്ക്രീൻ. ഇതല്ലായിരുന്നു ഞാൻ യൂസ് ചെയ്യുക, പക്ഷെ തൽക്കാലം അപ്പം ഇത് യൂസ് ചെയ്യാം. എൻ്റെത് പുറത്തെവിടെ ഇരിക്കുകയാണ്, നമുക്ക് തൽക്കാലം ഇത് യൂസ് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങുക ഗൈസ്. ഇത് കണ്ടോ, ഇതിട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ എല്ലാം കിട്ടും. കണ്ടോ, ഇത് കണ്ടോ, ഒരു ഗ്ലോ കിട്ടും. ഞാൻ സൺസ്ക്രീൻ എപ്പോഴും ഒരു 2 ലെയർ ആയിട്ടാണ് ഇടുക. അപ്പൊ നമുക്ക് ഒരു ലെയറും കൂടി ഇടാം. ഇനി നമുക്കൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. കണ്ടോ, മുഖത്തിന് ഇപ്പൊ ഒരു ഗ്ലോ വന്നില്ലേ. ഞാൻ ഈ ഒരു ലിപ് ബാം ആണ് ഉപയോഗിക്കുന്നത്, സ്ട്രോബെറി. കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, 10 രൂപ വേണ്ടേ ഉള്ളൂ. ഞാൻ പിന്നെ ഫൗണ്ടേഷൻ അതുപോലെ കോമ്പാക്ട് പൗഡർ അതൊന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ കോമ്പാക്ട് പൗഡർ ഇതാണ്. അപ്പൊ നമുക്ക് ഇടാം. പൗഡർ ഇട്ടാൽ എന്താ അറിയോ, ഇപ്പൊ മുഖത്തൊരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു എണ്ണമയം ഇല്ല, കണ്ടോ, ആ എണ്ണമയം എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ ഇടുന്നത്. ആരി അങ്ങോട്ട് പൊച്ച. നമ്മൾ പൗഡർ എല്ലാം ഇട്ടു. ഇനി അടുത്ത ചെയ്യാനുള്ളത് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കണ്ണെഴുതുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും എനിക്ക് ഫോൺ നോക്കി ചെയ്യാൻ അറിയില്ല. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ, ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് കണ്ണും കൂടെ ഒന്ന് എഴുതിയിട്ട് ഞാൻ വരാം. എനിക്ക് ഫോൺ നോക്കിയിട്ട് എഴുതാൻ അറിയില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ട് വരാം. ഐബ്രോസും ഫില്ല് ചെയ്തു, കണ്ണും ഒന്ന് എഴുതി. ഇപ്പോഴേ ഞാൻ വേർത്തു തുടങ്ങി. ഫാൻ ഇടട്ടെ. നല്ല ചൂടും കേട്ടോ. ഇനി നമുക്ക് ലിപ് ലൈനറും വരച്ചു കൊടുക്കാം, അതുപോലെ ലിപ്സ്റ്റിക് കൂടാം. അപ്പൊ ഞാൻ ലിപ്പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു. പിന്നെ നമുക്ക് ലിപ്പ് വരച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞത് എനിക്ക് ഫോൺ നോക്കി എഴുതിയിട്ടുള്ള പരിചയമില്ല. നമുക്ക്
എന്റെ ഫേവറേറ്റ് ഷെയ്ഡ്. എനിക്ക് കുറേ ലിപ്സ്റ്റിക് ഉണ്ട്, പക്ഷെ ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഞാൻ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കും, കാരണം ഇപ്പൊ 2 ബൾബ് കത്തി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ മുടിയും കൂടെ ഒന്ന് കെട്ടിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇടണോ അതോ ഇങ്ങനെ കെട്ടണോ? എന്തായാലും ഞാൻ മുടിയും കൂടെ കെട്ടിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടിയത്. അഴിച്ചിടാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അഴിച്ചിട്ടില്ല. ഒന്നാമത് ഞാനിപ്പോൾ വേർത്താകെ ഞാൻ നിൽക്കും. അപ്പം ഞാൻ പിന്നെ ഇതാക്കിയില്ല, മുടി അഴിച്ചിട്ടില്ല, മുടി കെട്ടി വെച്ചു. ഞാനേ പൊട്ട് വെക്കണോ വേണ്ടിയോ എന്ന് ആലോചിക്കുക. എൻ്റെ പൊട്ട് ഇവിടെ കാണാനല്ല, ഞാൻ പൊട്ട് തപ്പി എടുത്തിട്ട് വരാം. അങ്ങനെ പൊട്ട് കിട്ടി. പൊട്ടൊന്ന് വെച്ച് നോക്കാം, രസം തോന്നുന്നല്ലേ? എല്ലായിടത്തും ബൾബായോ? പൊട്ട് വെച്ചില്ല, പൊട്ട് വേണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ വാച്ചും കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ കിട്ടുന്ന വാച്ച്. അപ്പം ഇനി ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. ഏത് ഷോ ആണ് ഒന്നും എനിക്കറിയില്ല. നമ്മുടെ നിവിൻ പോളിയുടെ ഒരു സിനിമയില്ല, സർവ്വമായ, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാണോ അവർ ബുക്ക് ചെയ്യുക? അവർ രണ്ടുപേരും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കൊച്ചും കണ്ടിട്ടില്ല, ഷീനയും കണ്ടിട്ടില്ല. അപ്പോൾ അവരേതാ ബുക്ക് ചെയ്യണേന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവരുടെ കൂടെ ഉള്ളതെല്ലാം കാണാം. ബൈ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. നല്ല വൃത്തിയുള്ള മിറർ എന്നത് ജനലാട്ടോ. വൃത്തിയുള്ള ജനലായതുകൊണ്ട് എല്ലാം നല്ല വൃത്തിയാണ്. അങ്ങനെ ഞാൻ നടന്ന് അവരുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്നെ ഷീന കണ്ടിട്ടില്ല. കണ്ടു. ഇപ്പൊ അവളെന്റെ മേത്തേക്ക് തുപ്പിയേനെ. അങ്ങനെ ഷീന പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഫോണിന് ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടി പോവാണേ. അത് കഴിഞ്ഞ് ഞാനൊരു ഡയറിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷോ തുടങ്ങാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പം അതിന്റെ ഇടയിൽ കൊച്ചു മുട്ടായിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ലൈമും ഷീന ഒരു ചായയും മേടിച്ചു. കൊച്ചു ഒന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കയറിയ കടയിൽ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് വേറൊരു കടയിൽ വന്നിരിക്കുക കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഡിസ്പ്ലേയും ഫോണിന്റെ പൗച്ചും എന്തോ മേടിച്ചു എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിയേറ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ തിയേറ്റർ എത്തി. നമ്മൾ വനിതാ വിനീതയിലാട്ടോ സിനിമ കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മൾ സർവ്വമായക്ക് വന്നിരിക്കുകയാണ്. സർവ്വമായക്ക് വന്നിരിക്കുന്ന ബാഗ് കൊണ്ടാ. എല്ലാവരുടെ സാധനങ്ങളും സമ്മതിക്കുന്നുണ്ട്. എന്റേതല്ല, ഇവളുമാരുടെയാണ് കൂടുതൽ. എന്റെ ബാഗ് മാത്രമേ ഉള്ളൂ. ഞാൻ സർവ്വമായ കണ്ടതാണ്, ഇവര് സർവ്വമായ കണ്ടിട്ടില്ല. അപ്പോ ഇവര് കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. അപ്പൊ ഒന്നും കൂടെ ചെറിയ താഴെ ആ സീറ്റ് കിട്ടിയ. സുഖമാണോ? സുഖമാണ്. സുഖമാണ്. അപ്പൊ നമ്മൾ ബാക്കി തിയേറ്ററിൽ കയറിയിട്ടുള്ളത് കാണിക്കാം. നമ്മള് തിങ്കളാഴ്ച ആട്ടോ പോയത്. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ്ങും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ടൈം ആയപ്പോ തിയേറ്ററിന്റെ ഉള്ളിൽ കയറി. നമ്മൾ ഏറ്റവും താഴെ ആട്ടോ, താഴത്തേന്ന് 2ാമത്തെ സീറ്റ് അവിടെ ആട്ടോ നമ്മളിരുന്നത്. ഇവിടെ ഈ 3 സീറ്റിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പൊ മൂവി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പോപ്കോണും പിന്നെ ആ ഒരു ലേസും മേടിക്കാൻ പോയിട്ടോ. അങ്ങനെ മൂവി തുടങ്ങി. ഞാൻ ഓൾറെഡി ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു, ഷീനയും കൊച്ചും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ കൂടെ എന്തായാലും സെക്കൻഡ് വാച്ചിനുള്ളതുണ്ടത്. അങ്ങനെ സിനിമ എല്ലാം കണ്ടു. നമ്മൾ പുറത്തിറങ്ങി. അപ്പൊ ആളവിടെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന് മുന്നേ നമ്മൾ ചായ കുടിക്കണോ ഫുഡ് കഴിക്കണോ എന്നുള്ളൊരു ചർച്ചയിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചായ കുടിക്കാന്നുള്ള രീതിയിൽ തന്നെ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഷീനേനെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മൂവി എല്ലാം കണ്ട് ചായ കുടിച്ചിട്ട് നടന്നു പോവാണ്. ഷീനേനെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്കുള്ള ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ഞാനും കൊച്ചും ഫ്രൈഡ് ചിക്കൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്.
നമ്മുടെ ശ്രദ്ധ തിരിയാൻ പാടില്ല, കാരണം ഞാൻ ഡയറ്റിലാണ്. പുതിയ ഡയറി എല്ലാം മേടിച്ചു. നല്ല മണം. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ പാക്കണം. ബൈ.